ശ്രീ ജിൻഡോ ജോൺ, സർക്കാരിൻ്റെ ഈ ആരോഗ്യവകുപ്പ് അഡ്മിനിസ്ട്രേഷനിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിൽ മാത്രമായി കേന്ദ്രീകരിക്കാതെ സർവ്വതും നശിച്ചിരിക്കുന്നു, മൊത്തം വെള്ളം കയറിയിരിക്കുന്നു എന്ന മട്ടിൽ ഒരു നരേറ്റീവ് ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ശ്രമം. നിങ്ങൾക്കത് ആവശ്യമുണ്ട്. കാരണം ഇതിൻ്റെ ഭരണം മുഴുവൻ പൊളിയാണ്, നമ്പർ 1 കേരളം എന്നത് കെട്ടുകഥയാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. അത് പക്ഷേ കേരളത്തിൻ്റെ ഒരു 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 അഭിമാന മോഡലിനെ തന്നെ തകർക്കുന്നതിലേക്ക് പോവുകയാണ് നിങ്ങളുടെ കേവലമായ രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ് ഒരു വശത്തുള്ള വിമർശനം. നിങ്ങൾ കുറച്ച് കടന്നു പോകാറുണ്ടോ? നിഷാദെ, പൊതുജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇവിടെ ഹസ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ, പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം കാണുന്നുവെന്ന്. കേരളത്തിൽ രാഷ്ട്രീയം പിന്നെ എന്തിലാ പറയണ്ടേ? ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം ഇടിഞ്ഞു വീണ് അതിനകത്ത് 2 മണിക്കൂറുള്ള അകപ്പെട്ട ഒരു സ്ത്രീ മരണപ്പെടുന്നു. അതിന് കാരണമായത് സർക്കാരിൻ്റെ തന്നെ 2 വകുപ്പ് മന്ത്രിമാരുടെ അനാസ്ഥയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ എന്ത് രാഷ്ട്രീയം ഞങ്ങൾ പറയണ്ടേ? CPM-ന്റെ AKG സെൻറ്ററിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കത്ത് എഴുതിത്താ, നിങ്ങൾ ഈ രാഷ്ട്രീയം മാത്രം പറഞ്ഞാൽ മതിയെന്ന്. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ തലവൻ പറയുകയാണ്, ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, അത് ഇല്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ മാറ്റി വെക്കേണ്ടി വന്നു എന്ന് ആ കുട്ടിയോട്, രോഗിയോട് പറയേണ്ടി വന്നപ്പോൾ എൻ്റെ ചങ്കൊന്ന് പാളി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ അതിലെ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ പ്രതിപക്ഷം? ഞങ്ങൾക്ക് പിന്നെ എന്താ ജോലി? ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്താ? ഞങ്ങൾ പിണറായി വിജയൻ്റെ സർക്കാർ നല്ലത് മാത്രമാണ് ചെയ്യുന്നതെന്ന് നിരന്തരം പറയണോ? കേരളത്തിലെ മന്ത്രിമാരെ പോലെ, CPM-നെ പോലെ തിരിച്ചൊരു അഭിപ്രായം പറയാൻ ശേഷിയില്ലാത്ത മുഴുവൻ ആളുകളുമാണ് കേരളത്തിലെ എല്ലാവരും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ? ഞങ്ങൾ അഭിപ്രായം പറയും. കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരെ, ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനെതിരെ അഭിപ്രായം പറയാൻ കൂടിയുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതിനാണ് ഞങ്ങളെ ജനങ്ങൾ പ്രതിപക്ഷത്തിരുത്തിയിരിക്കുന്നത്. ജനപക്ഷത്തിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സർക്കാരിനെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിനെതിരെയാണെന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ രീതി. ഇത് സംസ്ഥാന സർക്കാരിനെതിരെ ഞങ്ങൾ സംസാരിച്ചാൽ അത് സംസ്ഥാനത്തിനെതിരെയാണെന്ന് പറഞ്ഞു തിരുത്തുന്നത് സംഘപരിവാറിന്റെ മറ്റൊരു രീതിയാണ് പിണറായി വിജയന്റെ സർക്കാർ എടുക്കുന്ന നിലപാട്. അത് ശരിയല്ലല്ലോ. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണ്ടേ. ഒന്ന്, ആ ഉപയോഗശൂന്യമാണ് എന്ന് പറഞ്ഞ കെട്ടിടത്തിൽ വെള്ളത്തിന് സൗകര്യമുണ്ടായിരുന്നു, ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു, ലൈറ്റ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ 3 ഫെസിലിറ്റി അവിടെ ഉണ്ടായി? അതുണ്ടായത് കൊണ്ട് ആളുകൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരിടമല്ല ഇരുന്നു എന്നുള്ള കാര്യം സത്യമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും മന്ത്രിമാർ എന്തുകൊണ്ട് അവിടെ ആളുകൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞു? മന്ത്രിമാരെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചോ? മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും മറ്റാളുകളും തെറ്റിദ്ധരിപ്പിച്ചോ? എങ്കിൽ മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടി നടത്തുമോ? ഏതെങ്കിലും രീതിയിലുള്ള വകുപ്പ് തല അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമോ? അങ്ങനെയൊക്കെയല്ല ആർജവം കാണിക്കണ്ടേ? ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, തെറ്റായ വിവരം തന്നു, അത് ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെയല്ല സംഭവിച്ചത്. വീണ്ടും അതിൽ ഉറച്ചു നിൽക്കുന്നതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ 2 മന്ത്രിമാർ അവിടെ പാഞ്ഞു വന്നത് ആ കെട്ടിട അവശിഷ്ടങ്ങളിൽ മനുഷ്യരാരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനല്ല അവരവിടെ വന്നത്. അതിനകത്ത് ആരും പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് സർക്കാർ 1-ാം സ്ഥാനത്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള PR വാർത്ത നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ വന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ഇതിന് പകരമായിട്ട് ഒരു പുതിയ കെട്ടിടം പണിതൂറ്റുന്നുണ്ട് എന്ന് അവർ പറയുന്നു. എന്നിട്ട് എന്തേ ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കാത്തത്? 9 വർഷമായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരാണല്ലോ ഭരിക്കുന്നത്. സർവമാന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ, 1-ാം സ്ഥാനത്താണെന്ന് അവർ അവകാശപ്പെടുന്ന സർക്കാർ, അവർ 1-ാം സ്ഥാനത്താണെന്ന് ഞങ്ങൾ കൂടി സമ്മതിക്കണമെങ്കിൽ, കേരളത്തിലെ മാധ്യമങ്ങളും പൊതുജനങ്ങളും സമ്മതിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന് പകരം നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് രോഗികൾക്കും മറ്റു മനുഷ്യർക്കും ഉപയോഗിക്കാൻ കൊടുക്കാതിരുന്നത്? അത് പറയണ്ടേ? ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ രാജിവെക്കണമെന്നാണ് ഞങ്ങൾ പറയേണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പൊ പിണറായി വിജയനല്ലേ? ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അല്ലേ? അപ്പൊ അവരോടല്ലേ ഞങ്ങൾ ചോദിക്കേണ്ടത്? അല്ലാതെ 9 വർഷം മുമ്പ് അധികാരം ഒഴിഞ്ഞ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞ് കേരളത്തിൽ സമരം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ. ഇപ്പൊ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഉത്തരവാദിത്തം പറയണം. നമ്മൾ ഈ കേരളം ഭരിക്കുന്ന സർക്കാർ അത് ആരുടെയും സ്വന്തം ഒന്നല്ല. കേരളം ഇവരെ നമ്മളൊരു ജോലി ഏൽപ്പിച്ചിരിക്കുക. എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾ, അയാൾ ജോലി ചെയ്യുന്നതിന് ശമ്പളം കൊടുക്കുന്നു, സർവ്വ സൗകര്യങ്ങളും കൊടുക്കുന്നു. അതിനുശേഷം ജോലി കഴിയുമ്പോൾ ഞാൻ ജോലി ചെയ്തു എന്ന് പറഞ്ഞ് ശമ്പളത്തെക്കാൾ വലിയ തുക ഉപയോഗിച്ചുകൊണ്ട് അയാൾ ആ ജോലിയെക്കുറിച്ച് പരസ്യം ചെയ്താൽ ഞാൻ സമ്മതിച്ചു കൊടുക്കണോ? ഞാനൊരു പൗരനാണ്. എൻ്റെ നികുതി പണത്തിൽ നിന്നെടുത്ത് ഇവരെ ജോലിക്ക് ഏൽപ്പിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന ജോലിയേക്കാൾ വലിയ തുക, അതിന് കൊടുക്കുന്നതിനേക്കാൾ വലിയ തുകയെ ഉപയോഗിച്ച് ചെയ്തതിനേക്കാൾ വലിയ പ്രചരണം നടത്തുമ്പോൾ ഞാൻ അത് ചോദ്യം ചെയ്യും. ചെയ്യാത്ത ജോലി ഞാൻ ചൂണ്ടിക്കാണിക്കും. എൻ്റെ ഉത്തരവാദിത്തം അതാണ്. അല്ലാതെ ചെയ്ത ജോലിക്ക് ഞാൻ ശമ്പളം കൊടുക്കുന്നുണ്ട്, അതിനപ്പുറത്ത് ചെയ്യാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് പ്രതിപക്ഷവും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ. ഇവിടെ സെന്റർ ഫോർ എക്സലൻസ് എന്ന് പറയുന്ന ഒരു സർക്കാർ ആശുപത്രിയുടെ ഒരു കെട്ടിടമാണ് ഇടിഞ്ഞു ചാടിയത്. അതിന് മറുപടി പറയണ്ടേ? ഇവിടെ എക്സലൻസ് എന്നൊക്കെ പറയേണ്ടത് നാട്ടുകാർക്ക് തോന്നേണ്ടതല്ലേ? നാട്ടുകാർ സ്വയം പറയേണ്ടതല്ലേ? ഇതെന്റെ മുഖ്യമന്ത്രിയാണ്, ഇതെന്റെ സർക്കാരാണ്, ഇത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി എൻ്റെയാണ്, ഞങ്ങൾക്ക് കൂടി
ബുദ്ധിയുള്ളതാണെന്ന് തോന്നണ്ടേ? സർക്കാർ ഒപ്പമുണ്ടെന്ന് സാധാരണക്കാർക്ക് തോന്നാത്തത് പ്രതിപക്ഷത്തിന്റെ അജണ്ട കൊണ്ടാണോ, മാധ്യമ ഗൂഢാലോചന കൊണ്ടാണോ? ഇവിടെ ഹസ്കർ തന്നെ ഈ ചർച്ചയിൽ പറയുന്ന മാധ്യമ ഗൂഢാലോചന. ഇതിൽ ആരാ ഗൂഢാലോചന നടത്തിയത്? മരണപ്പെട്ട ബിന്ദുവാണോ, പ്രതിപക്ഷ നേതാവാണോ, കോൺഗ്രസ് ആണോ, UDF ആണോ, മാധ്യമ പ്രവർത്തകരാണോ, അവിടുത്തെ രോഗികളുടെ കൂട്ടിരിപ്പുകാരാണോ? ആരാ ഗൂഢാലോചന നടത്തിയത്? എന്തർത്ഥത്തിലാണ് ഗൂഢാലോചന എന്ന രാഷ്ട്രീയ വാക്ക് പറയുന്നത്? അരാഷ്ട്രീയ പ്രവണതയാണ് CPM കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ രീതിയാണ്. എതിർക്കുന്നവരെ മുഴുവൻ നിങ്ങൾ ഈ സംസ്ഥാനത്തിനെതിരാണെന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ശൈലിയാണ്.